എടാ മോനെ, നീ അതൊക്കെ സമയം കിട്ടുമ്പോ മെല്ലെ എടുത്താ പോരെ. നീ കിടന്നിറും എപ്രാളപ്പെടണം എന്തിന്? എന്റെ അച്ഛ ഇതൊക്കെ തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്തായാലും മോ സുലോചനയുടെ ഇവിടെ കയറാതെ ഇങ്ങോട്ട് വന്നപ്പോ അവക്ക് എന്തുമാത്രം സങ്കടമായി കാണുമെന്നറിയാവോ? അങ്ങനെയൊന്നുമില്ല, അമ്മയ്ക്കറിയാം ആ വീടിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഭാര്യ വീടാണെന്നുള്ളത്. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? നമുക്കെന്തോന്ന് പ്രശ്നം? ഇതെന്റെ മിന്നു മോക്ക്. ആ കൊളടിച്ചല്ല. ഇത് അച്ഛന് സ്പെഷ്യല്. അച്ഛന് സ്പെഷ്യല്. അതെന്തോന്ന് സ്പെഷ്യല്? അച്ഛനോട് തൊട്ടു പോരുതെന്നാ പറഞ്ഞിരിക്കണ ഡോക്ടർ കേട്ടാ. മോളെ, അവൻ ഇത്രയും ദൂരത്തുനിന്ന് അച്ഛന് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ, അല്ലേടാ മോനെ? പിന്നല്ലാതെ. എടി ഡോക്ടേഴ്സ് പറയണത് ഇവിടത്തെ കൂതറ സാധനം വാങ്ങിച്ചടിക്കില്ലെന്ന്. ഇതേ ചെറിയ സാധനമൊന്നും അല്ല, 10,000-15,000 രൂപ വിലയുണ്ട്. അതൊക്കെ അടക്കിയൊക്കെ ചെയ്യാം അല്ലേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഇവിടെയുള്ളവർക്ക് ഒന്നും വിവരമൊന്നുമില്ല. ഇതേ മരുന്നാണ്. ഞാനിത് ഫുഡ് വെച്ചിട്ട് വരാം. ആ സന്തോഷം നോക്കി. എന്തൊരു സന്തോഷം. അമ്മയ്ക്കൊരു സാരി. അമ്മയ്ക്കായിരിക്കും. നല്ല കളറടാ മോനെ, നല്ല രസമുണ്ട്. ഇടയ്ക്ക് എനിക്ക് കൊടുക്കാൻ തരണേ. ആ ഇഷ്ടമായോ? ആ ഇഷ്ടമായില്ല, നല്ല കളറ്. അതെ, അച്ഛനും അമ്മയ്ക്കും മിന്നുനൊക്കെ ഉള്ളോ, നമുക്കൊന്നുമില്ലേ. നിനക്കുള്ളത് ഞാൻ ഇവിടെ വെച്ച് തരട്ടെ. പക്ഷേ നീ കണ്ടിട്ടില്ല. എന്താ മോനെ, നീ എന്റെ നീത മോക്കൊന്നും കൊണ്ടുവന്നില്ലേ? ആ കൊണ്ടുവരാതെ ബെസ്റ്റ്. മിന്നുമോൾക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഏട്ടൻ നീത്തുന് കൊണ്ടുവരും. കാരണം അവൾ മൂത്ത മോളാന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവനെന്നും അവള് കൊച്ചു തന്നെയാ. അമ്മ, ഈ വീട്ടിൽ ഞാൻ ആദ്യം വന്നപ്പോഴേ അവള് ചെറുതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വാഴ്ചയിൽ എനിക്ക് എപ്പോഴും അവളെടുത്താണ്. ഇത് ചോക്ലേറ്റ്സ് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ചോക്ലേറ്റ്സ്? അയ്യേ, ഇവളെന്തെപ്പോഴും ചെറിയ കുട്ടിയാന്ന് വിചാരം. അവൾ എനിക്ക് ഇപ്പോഴും ചെറിയ കുട്ടി തന്നെ. എന്താണ് സന്തോഷായി? എന്നാലേ ഞാൻ ചോക്ലേറ്റിൽ നിർത്താൻ ഉദ്ദേശിക്കണില്ല. എന്താ? താങ്ക്സ്. താങ്ക്സാ? ഇങ്ങനെയാണ് അടിച്ചേട്ടന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഈ കുടുംബത്തിൽ എന്തൊരു കാര്യം വന്നാലും അവളെ മുഖം ഇരിക്കണോ നോക്ക്. ഇതൊരു കഷ്ടമാണ് നോക്കിത്. അമ്മയ്ക്ക് എന്താ, അവളെപ്പോഴും ചെറിയ കുട്ടി. ഞാൻ നോക്കിയിട്ട് ഹാപ്പി ആയില്ലേ? അടിപൊളി. അച്ഛാ, ചിറ്റയ്ക്ക് എത്ര സാധനങ്ങളാണ്? എനിക്കും അത്രയും വേണം. ഇടി കുറുമ്പി, നിങ്ങൾ വന്നേ. ഇത് ഇത്രയും നിനക്കുള്ള സാധനങ്ങളല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. മോനെ, ബാക്കിയെല്ലാം പിന്നെ എടുത്ത് വെക്കാം. നീ ആദ്യം കഴിക്കെന്തേലും. വാ, അത് വളരെ നല്ലൊരു തീരുമാനം. വിശന്നിട്ട് വയ്യ. ഞാൻ എടുത്ത് വെക്കാം കേട്ടാ. വാ. എന്താ പഴയ നടുവേദന. അശോ, നീ പേടിക്കണ്ട, നടുവിന് കുഴപ്പമൊന്നുമില്ല. എന്താടി? എന്നാലേ കൊണ്ടുവയ്ക്കട്ടെ. ഫുഡ് കഴിക്കാൻ റെഡി ആയി. അമ്മ, ഇതിൽ ഇനിയും ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഉണ്ട്, തരാം. പൊന്നോ,
മോള് ഉറങ്ങായിരുന്നോ? അല്ല, പഠിക്കായിരുന്നു. ഓ, പഠിക്കായിരുന്നോ? മോളിപ്പം 3rd ഇയർ ആണല്ലേ? അല്ല, ഞാൻ മോളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. മോൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ വന്നത് ഇഷ്ടപ്പെടായിക എങ്ങാനും? അങ്ങനെയൊന്നുമില്ല. ശ്രീനേട്ടന് തോന്നുന്നത് ആയിരിക്കാം. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കാം. കാരണം ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നീതുവിനോടല്ലേ? ഇത് ഞാൻ നീതുവിന് വേണ്ടി വാങ്ങിച്ചത്. ഇത് അവിടെ വെച്ച് തരാത്തത് എന്താ ഏതാന്നൊക്കെ ഉള്ള ഒരു 100 ചോദ്യം വരും. ഇതാ, ആ കണ്ടോ? അത് വാങ്ങിച്ച പാടാൻ നോക്കാതെ അങ്ങോട്ട്. ഞാൻ എന്ത് റിസ്ക് എടുത്തെന്നാ ലക്ഷ്മി പോലും കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെന്തിനാ ചേച്ചി കാണാതെ കൊണ്ടുവന്നേ? എല്ലാരും മുന്നിൽ വെച്ച് തന്നാ പോരെ? അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാതെ തരാൻ പറ്റുമോ? ഇത് ഞാൻ മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇതിട്ടാ നല്ല കംഫർട്ടായിരിക്കും. കുറച്ച് കോസ്റ്റ്ലിയാ, പക്ഷെ മോക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് ഞാൻ പൈസയൊന്നും നോക്കിയില്ല. ഇതാ, ശ്രീനേട്ടനല്ലേ പറയുന്നേ? ഇതാ, ഇട്ട് നോക്കിട്ടോ. ചേട്ടനൊന്ന് പോയേ, ഞാൻ ചേച്ചിയെ വിളിക്കും. എന്താ മോളെ നീ ഇങ്ങനെ പേടിക്കുന്നേ? ശ്രീനേട്ടന് അത്രയ്ക്ക് പേടിയാണോ? നീ വന്നേ. ഓക്കെ, ശ്രീനേട്ടൻ പോ. മോളുടെ മൂഡ് ശരിയല്ലെന്നോ? പിന്നെ ശ്രീനേട്ടൻ പോയിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം. മതി മതി. അവിടെ ഇങ്ങനത്തെ നാടൻ ഭക്ഷണമൊന്നും കിട്ടൂലല്ലോ. കുറച്ച് എന്റെ മോന്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. എടീ, ഞങ്ങളെ ആണുങ്ങളെ കുടുംബത്തിന് വേണ്ടി സന്തോഷത്തോടെ അധ്വാനിക്കുന്നവരാ. അതൊക്കെ ഒരു സന്തോഷം തന്നെ അല്ലേടാ മോനെ? ഞങ്ങളവിടെ ഇറക്കി സാമ്പാറൊക്കെ വെക്കാറുണ്ട്. ആ, പക്ഷെ ഒന്നിനും ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ കൂട്ടിയ ഏറ്റവും നല്ല സാമ്പാർ അമ്മ ഉണ്ടാക്കിയത്. അമ്മ അങ്ങ് പോയി. അതെന്താ? അപ്പൊ ഞാൻ ഉണ്ടാക്കണ സാമ്പാർ നല്ലതല്ലേ? ആ, അതൊക്കെ കണക്ക് തന്നെ. കളിയാക്കണ്ട, അവളുണ്ടാക്കുന്ന നല്ല തന്നെ. എന്റെ ഈശ്വര, ഒരു കളി പറയാനും പറ്റൂലല്ലോ. ഒരു ഉരുളയറട്ടെ? വേണ്ട. അങ്ങനെ പറയല്ലേ? വേണ്ടെന്ന് പറഞ്ഞത്. കഴിച്ചോ? ഓ വേണ്ട. ഇങ്ങോട്ട് വാടിക്കൊണ്ട്. അച്ഛാ, എനിക്കും കൂടെ വാഴ്ത്താ. അച്ചോടാ, അച്ഛന്റെ കുറുമ്പി വന്നേ. വന്നല്ലോ കളക്ടർ. നിനക്കെന്ത് കുഴപ്പപ്പോ? അവളെ ഇതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ വിളിച്ചപ്പോ അവള് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പഠിക്കാനുണ്ടോ? അമ്മ, അവള് 3rd ഇയർ അല്ലേ, ഒക്കെ പഠിക്കാൻ കാണുമായിരിക്കും. ശ്രീനേട്ടൻ നോക്കൊരു ഉരുള തരട്ടെ? വേണ്ട. ഡി, അവിടെ നിക്കടി. അവൻ എത്ര സ്നേഹത്തോടു കൂടിയാണ് ചോദിച്ചതെന്ന് അറിയാവോ? നീ എന്തോടി പറഞ്ഞത്? കുഴപ്പമില്ല, നമുക്ക് വിശപ്പില്ലായിരിക്കും. ഇവളെയും കൊണ്ടേ ആ മനക്കല തിരുവേണ്ടിയുടെ അടുത്ത് പോണം. ഓ, തുടങ്ങി. നിനക്ക് എന്തിന്റെ കേടാണ്? അവക്ക് എന്തോ ബാധ കൂടിയെന്നാണ് തോന്നുന്നത്. പിന്നെ ബാധ ഉണ്ടായിരിക്കും. ചുമ്മാരി. എടി, ശ്രീനേട്ട സ്നേഹം കൊണ്ട് ചോദിക്കണല്ലേ, വാങ്ങിച്ചോ? എനിക്ക് വേണ്ട. നീ
നീ അവളെ എന്തിനു തല്ലുന്നത്? നിഷേധത്തിന് കാണിച്ചിട്ട് അടിക്കല്ലെന്നാ. ഇല്ല, ചോറ് ചൂടായി കാണും, അതായിരിക്കും. ആ അതായിരിക്കുള്ളൂ. അവക്ക് ചൂട് പറ്റത്തില്ലല്ലോ. സോറി ഏട്ടാ. അഹങ്കാരി. നോക്കിക്കൊണ്ട് കഴിയടി. ഉഫ്. ഈ നാട്ടിലെ പയ്യന്മാരെ ഫുള്ള് ഹരമായിരിക്കുമല്ലോ നീ. ഒന്ന് പോയേ ഭക്ഷണത്തരം പറയാണ്ട്. എടി, ഞാൻ സത്യമാ പറഞ്ഞത്. ദൈവം നമുക്ക് ഈ സൗന്ദര്യം തന്നിരിക്കണത് അത് മറ്റുള്ളവരെ കാണിക്കാൻ തന്നെ. എന്നാ എനിക്ക് എല്ലാരും കാണിക്കണ്ട. ഓഹ്, വലിയ ശീലാവധിയൊന്നും ആവണ്ട. ഇടയ്ക്കൊരു ലൈനൊക്കെ അടിക്കാം. നാട്ടിൽ ഇത്രയും നല്ല പയ്യന്മാരൊക്കെ ഉള്ളതല്ലേ. ആണോ? എനിക്കെന്നാ ഈ പയ്യനെ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ? അതെന്താ അങ്ങനെ? അതെ, ഞാനേ കുളിച്ചു വന്നിട്ട് പറയാം. അല്ല, പറഞ്ഞിട്ട് പോ. ഒന്ന് പോയേട്ടാ. അതെ, ആ കുളിച്ചു തുടങ്ങിയായിരുന്നോ? തുടങ്ങിയായിരുന്നു. ഞാനും കൂടെ വരട്ടെ. അയ്യോ വേണ്ട. പ്ലീസ്, ഞാനും കൂടെ. എനിക്ക് ടോയ്ലറ്റിൽ പോണം. ആണോ? അപ്പുറത്തെ ബാത്റൂം പോയിക്കോ. ഉറപ്പാണേ? ആ ഉറപ്പാ, പോയിക്കോ. ഓക്കെ. ഓക്കെ. ചേട്ടനെന്താ ഇവിടെ പുറത്തോട്ട് പോയേ? അയ്യോ, മോള് പേടിച്ചു പോയോ? ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വന്നതാ. അപ്പുറത്തെ ടോയ്ലറ്റിൽ ലക്ഷ്മിയാ. ചേട്ടൻ പുറത്തോട്ട് പോയേ. ഞാൻ പറയട്ടെ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു അന്യനെ പോലെ കാണുന്നത്? നീ ഡ്രസ്സ് മാറിക്കോ, ഞാൻ നോക്കത്തില്ല. വേണ്ട, പോ പോ. മോളെ, പണ്ട് മോൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ താഴത്തെ കുളത്തിൽ പോയി നീന്തൽ പഠിപ്പിച്ചത്? ഈ കൈ കിടന്ന നീ നീന്തൽ പഠിച്ചത് അന്ന് ഞാനെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. പിന്നെന്താ കുഴപ്പം? ഡ്രസ്സ് മാറ്. പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. ഇതാ, നീ ഈ ചെറിയ കാര്യത്തിന് ഇതിനെ ഇങ്ങനെ കരയാൻ നിൽക്കണേ. നിനക്ക് പണ്ടൊരു പനി വന്നപ്പോഴേ ഞാനിവിടെ നിന്ന് നിന്നെ എന്തുമാത്രം ശുശ്രൂഷിച്ചെന്നറിയാമോ? നിനക്ക് ഓർമ്മയുണ്ടോ? നീ വിറച്ച് ഇങ്ങനെ കിടന്നപ്പോൾ നിന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പനി മാറാൻ വേണ്ടിയിട്ട് നെറ്റിയിലും കവിളത്തും എന്താ മോളെ, എനിക്കൊരു ഉമ്മയെങ്കിലും താ. പ്ലീസ് നിർത്ത്, പ്ലീസ്. നീ ഇതൊന്നും ആരടുത്തും പറയില്ലെന്ന് എനിക്കറിയാം. പറഞ്ഞ നമ്മളെ കുടുംബം ഇല്ലാതായി പോവില്ലേ? ശ്രീനിയേട്ടാ. ആ, എന്നേട്ടൻ പോട്ടെ. ഏട്ടാ കാപ്പി. അച്ഛനും അമ്മയൊക്കെ എപ്പോ വരും? ഒരു 2 ദിവസം കഴിയും. ഷോ,
എന്ത് പറ്റി? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നാളെ വരാമെന്ന് പറഞ്ഞായിരുന്നേ. പോവാലോ. ഏട്ടനോട് താല്പര്യം കാണിക്കാത്തോണ്ടാണ് ഞാൻ പിന്നെ നിർബന്ധിക്കാഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോവാം. നീത്തുനും കൊണ്ടുപോ, അവളോട് ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? ആ, കൂട്ടിക്കോ. ആ ശരി. കുടിച്ചിട്ട് ക്ലാസ് കൊണ്ടുവരോ? ഞാൻ കൊണ്ടുവരാം. എന്ത് സുഖം കിട്ടി? എന്ത് സുഖം കിട്ടി? എന്നിട്ടല്ലേ പറഞ്ഞ മാടത്തേക്ക് ഒരു ഒളിക്കേ. ആ ഇപ്പൊ വിചാരിച്ചോണം ഞാൻ വേറെ ഞാൻ മാടത്തേക്ക് ഒരു ഒളിക്കാൻ മുമ്പേ ഇവിടത്തെ നല്ല പോലെ ആക്കണം. അതാ എന്റെ ശീലം. കൊള്ളാം അല്ലേ? അതാ പറഞ്ഞേ, കൊള്ളാം, നല്ല രസമുണ്ട്. അതെ, ഇപ്പഴേ വൃത്തിയാക്കി തുടങ്ങിക്കോ, ഇല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ ആയാലും തീരും. നീ പോയി റെഡിയാവും, നമുക്ക് ശ്രീനാഥന്റെ വീട്ടിലേക്ക് പോവാം. എന്തിന്? ഞാനൊന്നുമില്ല. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനോ? ഒറ്റയ്ക്ക് ഇരുന്നപ്പോ എന്താ? ഇവിടെ സേഫ് അല്ല. നീ എന്നിട്ട് റെഡിയായേ? നിങ്ങളുടെ കൂടെ വരുന്നതിനെക്കാട്ടി സേഫേ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ശ്രീനാഥന് ഭയങ്കര വിഷമാവോടി. നീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. നീ എണീറ്റേ. ഞാനില്ല ചേച്ചി. അയാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ചേച്ചി വേണം തീർത്തു കൊടുക്കാൻ, അല്ലാണ്ട് ഞാനല്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ദേ സൂക്ഷിച്ച് സംസാരിക്കണേ കേട്ടാ. ഇത് കൂടുതൽ എങ്ങനെ സൂക്ഷിക്കും ചേച്ചി? അല്ല നീ എടോ, കുഴപ്പമില്ല, അവക്ക് മൂഡ് കാണത്തില്ലായിരിക്കും, അതാ. പിന്നെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓടി വരാമല്ലോ. ആരാ? ഞാൻ ശ്രീനിയേട്ടനാ. മിന്നുമോളെ മരുന്നെടുക്കാൻ മറന്നുപോയായിരുന്നു, അതെടുക്കാൻ വേണ്ടി വന്നതാ. ഹലോ ലക്ഷ്മി. ആ, നീതു ഇവിടെ ഉണ്ട്, ഇപ്പൊ കഥ തുറക്കും. ഞാൻ മരുന്നെടുത്തിട്ട് അങ്ങ് വന്നോളാം. നീതു, മോളെന്തായി നോക്കുന്നത്? അയ്യോ, ഇങ്ങനെ നോക്കരുതേ, ഞാൻ പേടിച്ചു പോകും. മോള് മിന്നുമോളുടെ മരുന്നിങ്ങെടുത്ത എൻ്റെ ബെഡ്റൂമിലുണ്ട്. എവിടെ ഇരിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ചേച്ചിയെ വിളിച്ച് ചോദിച്ചാൽ മതി, ചേച്ചി പറഞ്ഞുതരും. അവളെ വിളിച്ച് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടത് ഇവിടെ ഇരിക്കുകയല്ലേ. ചേട്ടൻ ഇറങ്ങിപ്പോയേ, ഞാനിപ്പോ ആൾക്കാരെ വിളിച്ചു കൂട്ടും. എടി, ഇത്രയും നാൾ നീ ഉണ്ടാക്കാത്ത ശബ്ദം ഇന്നെങ്ങനെയാണ് നീ ഉണ്ടാക്കുന്നത്? മോക്കൊരു കാര്യം അറിയോ? ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നത്. എന്നാ
വെള്ളച്ചാട്ടം കണ്ടിട്ട് നീ വന്ന ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടില്ലേ, അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് നിന്നോടുള്ള കൊതി. ഞാൻ ഇപ്പൊ ചേച്ചി വിളിക്കും. ഏയ്, അവളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ലടേ. നീ ആ വെള്ള ചുരിദാറിൽ അടിമുടി നനഞ്ഞ എനിക്കത് വർണ്ണിക്കാൻ പോലും പറ്റുന്നില്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയതാ എൻ്റെ നീതുമോള് വളർന്ന് വലുതായെന്ന്. വാ, ശ്രീനേട്ടൻ്റെ അടുത്ത് വാ. വേണ്ട. ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്. ഒച്ച വെച്ച ഇവിടെ ആരും കേൾക്കാൻ നിൽക്കില്ല. കാരണം ഞാൻ ഇവിടെ വന്ന് എന്നെ കയറി പിടിച്ചെന്ന് ആരും വിശ്വസിക്കില്ല. കാരണം നീ എനിക്ക് എൻ്റെ മോളെ പോലെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കല്ലേ അറിയാവൂ. ഹലോ, നീ എന്താ ഇവിടെ? അല്ല, അവക്ക് വയ്യെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു. അതാ ഞാൻ. പെട്ടെന്നല്ല, കുറച്ച് നാളായി തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അന്ന് ഭക്ഷണം വാരി കൊടുക്കുമ്പോ ഇവള് കൈ തട്ടി മാറ്റിയപ്പോഴും വീട്ടിലേക്ക് നിൽക്കാൻ വിളിച്ചപ്പോ അവള് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നില്ല. പക്ഷെ എല്ലാം എൻ്റെ മനസ്സിന്റെ തോന്നലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എല്ലാം കണ്ണുകൊണ്ട് കണ്ട് പറ്റയായി. തന്നെ പോലെ ഒരു നാറീനെയാണല്ലോ ഞാൻ ഇത്രയും നാളും ഭർത്താവായിട്ട് കണ്ടത്. എടോ, താൻ പറയാറില്ലേ തനിക്ക് മിന്നുനെ പോലെ ഇവളൊന്ന്? അപ്പോ മിന്നുനെ നീ ഈ രീതിയിലാണോ കണ്ടത്? നിനക്ക് മറ്റേന്റെ സോക്കേട് വല്ലതും ഉണ്ടെങ്കിലേ ഇറങ്ങി പൊക്കോണം അവിടുന്ന്. അല്ലാണ്ട് കുടുംബത്തിൽ കയറി എന്റെ കൊച്ചിന്റെ മെക്കിട്ട് കയറി കളിക്കാൻ നിൽക്കരുത്. മനസ്സിലായടാ? നിർത്തടി. നീ എങ്ങോട്ടാടി പറഞ്ഞു കയറിപ്പോന്നേ? എനിക്ക് ഇവളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവളെ നിന്നെ പോലെയല്ല, നല്ല മുതല. നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെയും കിട്ടിക്കോളാം. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് എന്നെ മാറ്റിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ രണ്ടിനെയും കൊന്നിട്ട് ഞാനങ്ങ് കയറിപ്പോവും. താനെ ഇങ്ങോട്ട് പോവാനാടോ? ഇത് കണ്ടോ, ഇതിൽ തൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എല്ലാം കണ്ടു കഴിഞ്ഞു. താൻ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയതാ. അതാടോ ഞാൻ തൻ്റെ പുറകെ വന്നത്. ഇപ്പൊ എല്ലാം പെർഫെക്റ്റ്. മോങ്ങിക്കൊണ്ട് നിൽക്കാതെ പോയി കരണം പോയിക്കടി. അവന്റെ കരണം നോക്കി അടിക്കാൻ നിന്നോട്. ഇറങ്ങി പോടാ മായേ, പോടാ പോടാ മായേ. ഓക്കെയല്ലേ? കരയണ്ട, ഞാനുണ്ട് നിനക്ക്.